ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ശിലകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? വ്യത്യസ്ത നിറത്തിലും ആകൃതിയിലുമുള്ള ഒരുപാട് ശിലകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ ശിലകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയൊക്കെയാണ് ഇവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടുള്ളത്, ഇവയ്ക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ശിലകളെന്ന് പഠിക്കാം. എന്താണ് ശിലകളെന്ന് നോക്കാം. പ്രത്യേകമായ രാസഘടനയില്ലാത്തതും എന്നാൽ രണ്ടോ അതിൽ കൂടുതലോ ധാതുക്കൾ ചേർന്ന് പ്രകൃതിയാലുള്ള സഞ്ചയത്തെയാണ് ശിലയെന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ 2000-ലധികം ധാതുക്കളാണ് കാണുന്നത്. അപ്പോൾ ഒരു ശില ഉണ്ടാകണമെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ധാതുക്കൾ ചേർന്ന് അതിന് പ്രത്യേകമായ രാസഘടനയില്ല, പകരം പ്രകൃതിയാലുള്ള സഞ്ചയത്തെയാണ് ശിലയെന്ന് വിളിക്കുന്നത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. ഇനി ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് പെട്രോളജി എന്ന് പറയുന്നത്. പാറ എന്നർത്ഥം വരുന്ന പെട്ര എന്ന വാക്കിൽ നിന്നാണ് പെട്രോളജി എന്ന പദത്തിൻ്റെ പിറവി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുപാട് ഒരുപാട് ശിലകൾ കാണാൻ പറ്റുന്നില്ലേ? വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുള്ള ശിലകളെല്ലാം കാണാം. അപ്പോൾ ഈ ശിലകൾ അവയുടെ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ട് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 ആഗ്നേയ ശിലകൾ, 2 അവസാദ ശിലകൾ, 3 കായാന്തരിത ശിലകൾ. അപ്പോൾ നമുക്ക് ഈ 3ഉം ഓരോന്ന് വീതം നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് ആഗ്നേയ ശിലകൾ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതായത് ഇത്തരം ശിലകൾ ഉണ്ടാകുന്നത് നമുക്ക് അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ച് പറയാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ശിലാദ്രവ്യം ലാവയായി പുറത്തു പോകുന്നു. ആ ലാവ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ പരിസര പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? അവ തണുത്തുറഞ്ഞ് ശിലകളായി മാറുന്നു. എന്നാൽ ചില ശിലാദ്രവ്യം അവ പുറത്ത് വരാതെ ഭൂവൽക്കത്തിൻ്റെ തൊട്ട് താഴെ വെച്ച് എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. അങ്ങനെ തണുത്ത് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകളെ അറിയപ്പെടുന്നത് പ്രാഥമിക ശിലകൾ എന്നാണ്. കാരണം ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് വേറെ ശിലകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകളെന്ന് പറയുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്. ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1 ബാഹ്യജാത ശിലകൾ, 2 അന്തർവേദ ശിലകൾ. ബാഹ്യജാത ശിലകൾ എന്ന് വെച്ചാൽ ഭൂവൽക്കത്തിലെ വിള്ളലുകൾ കൂടി ഉരുകിയ ശിലാദ്രവ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ തണുത്തുറഞ്ഞ് ശിലകളായി മാറുന്നു. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ശിലകളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ് അവ ചെയ്യുന്നത്? ഭൂവൽക്കത്തിലെ വിള്ളലുകൾ കൂടി അവ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് അവ തണുത്തുറഞ്ഞ് അവിടെ ശിലകളായി മാറുന്നു. അപ്പോൾ നമുക്കത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ശിലകളെ കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം ബസാൾട്ടാണ്. അന്തർവേദ ശിലകൾ എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെയാണ് ഇവ തണുത്തുറഞ്ഞ ശിലകളായി മാറി. ഇവ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഭൂമി കുഴിച്ച് ഒരുപാട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഈ അന്തർവേദ ശിലകളെ കാണാൻ സാധിക്കുള്ളൂ. ഇതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇനി 2ാമത്തേതാണ് അവസാദ ശിലകൾ, സെഡിമെൻ്ററി റോക്സ്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളിയായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. പാളികളായി രൂപം കൊള്ളുന്നതുകൊണ്ട് ഇവയെ അടുക്ക് ശിലകൾ എന്ന് പറയുന്നു. അതായത് നമ്മൾ ആദ്യം പഠിച്ച ആഗ്നേയ ശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഭൂവൽക്കത്തെ വിടവുകളിലൂടെ ഉണ്ടാകുന്ന ഉരുകിയ ശിലാദ്രവ്യം കാരണമാണെങ്കിൽ ഇവയെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വലിയ വലിയ പാറകളൊക്കെ എന്ത് ചെയ്യുന്നു? കാലാന്തരത്തിൽ വർഷങ്ങൾ കഴിയുന്നതോറും ആ പാറകൾ ക്ഷയിച്ച് പൊടിഞ്ഞ് അവ പോകുന്നു. ഇവ പൊടിഞ്ഞ് നേരെ വീഴുന്ന താഴ്ന്ന സ്ഥലങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവ വീഴുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇവ നിക്ഷേപിക്കുന്നത് പാളികളായിട്ടാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഇവ നിക്ഷേപിക്കുന്നത്. പിന്നീട് ഇവ നിക്ഷേപിച്ച് ശിലകളായിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അവസാദ ശിലയ്ക്കുള്ള ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്. യാന്ത്രികമായി രൂപം കൊള്ളുന്നവ, ജൈവികമായി രൂപം കൊള്ളുന്നവ, രാസപരമായി രൂപം കൊള്ളുന്നവ. യാന്ത്രികമായി രൂപം കൊള്ളുന്നവ എന്ന് വെച്ചാൽ പൊടിഞ്ഞതോ അയഞ്ഞതോ ആയ ശിലാവസ്തുക്കൾ പിന്നീട് ദൃഢപ്പെട്ടുണ്ടാക്കിയ ശിലകളാണ്. ഉദാഹരണം കളിമണ്ണ്, മണൽക്കല്ല്. ജൈവികമായി രൂപം കൊള്ളുന്നതെന്ന് വെച്ചാൽ ഇത്തരം അവസാദ ശിലകൾ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ്. ഉദാഹരണം പെട്രോളിയം, കൽക്കരി. രാസപരമായി രൂപം കൊള്ളുന്നവയെന്ന് വെച്ചാൽ രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണിവ. ഉദാഹരണം ജിപ്സം. ഇനി 3ാമത്തേതാണ് കായാന്തരിത ശിലകൾ, മെറ്റാമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനെയാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തിൻ്റെ ഫലമായിട്ടാണ് ശിലകൾക്ക് മാറ്റം വരുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമാണ്
ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഉദാഹരണം നമുക്ക് പറയാം മാർബിളും സ്ലേറ്റ്. ഇനി നമുക്ക് ശിലാചക്രം എന്താണെന്ന് നോക്കാം. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതിനെയാണ് നമുക്ക് ശിലാചക്രം എന്ന് പറയാം. ആദ്യത്തെ ചിത്രത്തിൽ ആഗ്നേയശിലകൾ, അവസാദശില, കായാന്തരിത ശില ഇവയുടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആഗ്നേയശിലകൾ എന്താണ് സംഭവിക്കുന്നത്? ആഗ്നേയശില നമ്മൾ പഠിച്ചത് എന്താണ്? അവ ഉരുകുകയാണ് ചെയ്യുന്നത്. ഉരുകിയ ശിലാദ്രവ്യമാണ് പിന്നീട് എന്തായി മാറുന്നത്? ശിലകളായി മാറുന്നത്. രണ്ടാമത്തെ അവസാദശിലയിൽ എന്താണ്? ശിലകൾ പൊടിയുകയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അടുത്ത് കായാന്തരിത ശില എന്താണ് ചെയ്യുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപമൂലമാണ് ഇവയിൽ ഉണ്ടാകുന്നതെന്നാണ് കായാന്തരിതയിൽ പഠിച്ചത്. ഇനി അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ ആഗ്നേയശിലകളുടെയും കായാന്തരിത ശിലയുടെയും അവസാദശിലയുടെയും പ്രക്രിയകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേൽ നോക്കുകയാണെങ്കിൽ ആഗ്നേയശില അവസാദശിലയായി മാറുന്നു, അവസാദശില ആഗ്നേയശിലയായി മാറുന്നു. അപ്പോൾ ആഗ്നേയശില അവസാദശിലയായി മാറുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആഗ്നേയശില പൊടിയുകയാണ് ചെയ്യേണ്ടത്. അടുക്കുകളായിട്ട് ഇവ പൊടിഞ്ഞ് അടുക്കുകളായിട്ട് കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. അവസാദശില എന്താണ് ചെയ്യുന്നത്? ഇവ ഉരുകുകയാണ് ചെയ്യുന്നത്. ഇനി കായാന്തരിത ശില ആഗ്നേയശിലയാകണമെങ്കിൽ എന്ത് ചെയ്യുന്നു? കായാന്തരിക ശില ആഗ്നേയശിലയാകണമെങ്കിൽ അവ ഉരുകണം. ആഗ്നേയശില കായാന്തരിക ശിലയാവണമെങ്കിൽ ഉയർന്ന മർദ്ദവും ഉയർന്ന താപവും അവിടെ ആവശ്യമാണ്. ഇനി അവസാദശില കായാന്തരിത ശില ആവണമെങ്കിൽ അവ എന്താണ് ചെയ്യേണ്ടത്? ഉയർന്ന മർദ്ദം, ഉയർന്ന താപം അവയ്ക്ക് ആവശ്യമാണ്. ഇനി കായാന്തരിത ശില അവസാദശില ആകണമെങ്കിൽ അവ പൊടിയുകയാണ്. പൊടിഞ്ഞിട്ട് അടുക്കുകളായിട്ട് കട്ട പിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ശിലയെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് അപക്ഷയം. അപക്ഷയം എന്ന് പറയുന്നത് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമുക്ക് അപക്ഷയം എന്ന് പറയാം. ഇനി താപനില വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പകൽ ചൂടും രാത്രിയിലെ തണുപ്പും മാറി മാറി വരുന്ന സാഹചര്യത്തിൽ ശിലകളുടെ മുകളിലുള്ള ഭാഗങ്ങൾ പൊട്ടിപ്പോകുന്നതിന് കാരണമാകുന്നു. ഇതെന്ന് പറയുന്നത് മരുഭൂ പ്രദേശത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. പകൽ ചൂടും രാത്രിയിലെ തണുപ്പും എല്ലാം വരുമ്പോൾ അവ ശിലകൾ കൂടുതലായിട്ട് പൊട്ടിപ്പൊടിയുന്നതിന് കാരണമാകുന്നു. പിന്നെ പറയുന്ന തീരപ്രദേശങ്ങൾ, തിരമാലകളുടെ സ്വാധീനം. തിരമാലകൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അടിക്കുമ്പോൾ അവിടുത്തെ പാറകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ശിലകളെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഖനനം നമുക്ക് നിയന്ത്രിക്കാം. പിന്നെ ജനങ്ങൾക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കാം. തീരപ്രദേശങ്ങൾ നമുക്ക് സംരക്ഷിക്കാം. പ്രാദേശിക സസ്യങ്ങളെ വളർത്താം. തുടങ്ങിയവയിലൂടെ നമുക്ക് ശിലകളെ സംരക്ഷിക്കാൻ സാധിക്കും. ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ശിലകളിലെ വൈവിധ്യങ്ങൾ കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണെന്ന് പറയാം. പിന്നെ ശിലകൾ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിച്ചിട്ടുണ്ട്. ആഗ്നേയശിലകൾ, അവസാദശിലകൾ, കായാന്തരിക ശിലകൾ. പിന്നെ ശില അവ രൂപപ്പെട്ട അതേ അവസ്ഥയെ തന്നെ എക്കാലവും തുടരുന്നില്ല. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിനെയാണ് ശിലാചക്രമെന്ന് പറയുന്നത്. ഇനി ഇതുവരെ പഠിച്ചതിൽ എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കാം. എന്താണ് ശിലകൾ, എന്താണ് ശിലാചക്രം, പിന്നെ സൂചനകൾ വായിച്ച് ശില എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ടീച്ചർ താഴെ 2 സൂചനകൾ തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ കട്ടിപിടിച്ച് രൂപപ്പെടുന്നു. രണ്ടാമത്തെ ശിലാദ്രവ്യം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നു. അവ എന്താണെന്ന് നിങ്ങൾ സൂചന വായിച്ച് നിങ്ങൾ എന്താണ് ശിലകളെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ടീച്ചർ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവ ഏതൊക്കെ ശിലകളെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. താങ്ക് യു.